ഹലോ, നമസ്തേ, നമസ്കാരം. ഭഗവാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. ഞാനിതാ കുറച്ച് വെളിച്ചെണ്ണ കാച്ചാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഈ ഒരു പാക്കറ്റിലെ വെളിച്ചെണ്ണയാണ് ഞാൻ കാച്ചാനായിട്ട് പോകുന്നത്. കണ്ടോ, ഇതാണ് വെളിച്ചെണ്ണ. ഈ വെളിച്ചെണ്ണ ഞങ്ങൾ വാങ്ങിച്ചതാണ് കേട്ടോ. ഇവിടെ ആട്ടിയ വെളിച്ചെണ്ണയൊന്നുമല്ല, വാങ്ങിച്ച വെളിച്ചെണ്ണയിൽ തന്നെയാണ് കാച്ചാൻ പോകുന്നത്. അപ്പോൾ ഈ വെളിച്ചെണ്ണ 2 കുപ്പിയിലേക്ക് ആക്കുകയാണ്. അപ്പോൾ ചെറിയൊരു കുപ്പിയിലേക്ക് ഞാൻ നിറച്ച് എടുക്കുന്നുണ്ട്. അതാണ് കാച്ചാൻ എടുക്കണത്. ബാക്കിയുള്ളത് ഈ വലിയ കുപ്പിയിലേക്ക് ഒഴിച്ച് വയ്ക്കും. അപ്പം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. അതിന് ശേഷം ഇത് പൊട്ടിച്ചൊഴിക്കണം കേട്ടോ. പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം കാണിച്ചു തരാം. ഇനി ഇതാ വെളിച്ചെണ്ണ, എണ്ണ കാച്ചുക എന്നൊക്കെ പറയില്ലേ, നമ്മളെ മുടിയിലേക്ക് തേക്കാനായിട്ട് എണ്ണ കാച്ചുക എന്ന് പറയില്ലേ, അതിന് വേണ്ട സാധനങ്ങളാണ് ഈ ഒരുക്കി വെച്ചത്. ഈ ഓണത്തിന് പൂവിടുക എന്ന് പറയുമ്പോൾ ഓരോരോ പൂവ് മാറ്റി വെച്ചതുപോലെ ഞാനിത് ആ കാലത്തിൽ കുറച്ച് സാധനങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന കുറച്ച് ഇതിലുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇത് കറിവേപ്പില, അതുപോലെ ഞാൻ എഴുതി കാണിച്ചു തരുന്നുണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നുള്ളൂ കേട്ടോ. കറിവേപ്പില, പേരയില, വെറ്റില, കന്നിക്കൂർക്ക, ചെമ്പരത്തിപ്പൂവ്, ഗ്രാമ്പു, മുളച്ച ചെറിയുള്ളി, ഒരു 5-6 എണ്ണം കേട്ടോ. അതൊക്കെ ഞാൻ എഴുതി കാണിച്ചു തരും ചെയ്യാം. അപ്പോൾ ഇത്രയും സാധനം ഞാൻ എടുത്തിട്ടുള്ളൂ. പക്ഷെ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടതെന്ന് പറയാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ട് വേണ്ടത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നെല്ലിക്ക കിട്ടുമെങ്കിൽ 2 നെല്ലിക്ക ചേർക്കാം. പക്ഷെ അത് കിട്ടിയില്ല. അപ്പോൾ കിട്ടിയത് വെച്ച്, നമ്മുടെ അടുത്തുള്ളത് വെച്ച് നമ്മൾ ഈ ഒരുക്കി വെച്ച സാധനങ്ങളൊക്കെ വെച്ചിട്ട് ചെറിയ തോതിൽ അവനവൻ്റെ വീട്ടിൽ കാച്ചി ഉപയോഗിക്കാം. അത്രയും നല്ല ഒരു വെളിച്ചെണ്ണ. പന്നിക്കൂർക്കലും വെറ്റിലയും പേരയിലയും എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒക്കെ ഒന്നൊന്നര സാധനമാണ് കേട്ടോ മുടിക്ക്. പിന്നെ മുളച്ച കിട്ടിയ ചെറിയുള്ളിയും മുടിക്ക് നല്ലതാണ്. പിന്നെ ഇതൊക്കെ ഒരു 5-8 എന്ന് പറയാം, 6-10 ഗ്രാമ്പും ഉണ്ടാവും അതിൽ. അതും കൂടി 2 കൂടി മിക്സ് ചെയ്ത് ചതയ്ക്കുക. അപ്പോൾ നെല്ലിക്ക ഉണ്ടെങ്കിൽ നെല്ലിക്കയും ചെറിയുള്ളിയും ഗ്രാമ്പും കൂടി ചതയ്ക്കുക. എന്നിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. പക്ഷേ ആദ്യം ഇലകൾ ഒന്ന് തിളച്ച് ഒന്ന് ബ്രൗൺ കളറായതിൻ്റെ ശേഷം ചെറിയുള്ളിയും ഗ്രാമ്പും ചതച്ചത് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് അതിന് ശേഷം നമുക്ക് ചെമ്പരത്തിപ്പൂക്കൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. ചെമ്പരത്തിപ്പൂക്കൾ ഞാൻ വൈകുന്നേരമാണ് പറിച്ചതെങ്കിലും ചൂടുകൊണ്ടിരുന്ന് അതൊന്ന് വാടിയ മാതിരി ആയിപ്പോയി കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്ത് കാച്ചാനായിട്ട് ഉപയോഗിക്കുന്നത്. എൻ്റെ മുടി പഴനിപ്പോയി മുട്ടയടിച്ചതുകൊണ്ട് മുടി വളരെ കുറവാണ്. അപ്പം അറിയാമല്ലോ, മുട്ടയടിച്ച് 3 മാസം ആവണുള്ളൂ. ഫെബ്രുവരി ആകുമ്പോഴത്തേക്ക് 3 മാസം ആവുള്ളൂ. അപ്പോൾ നമുക്ക് മുടി വളർത്താനായിട്ട് നമ്മളെ വീട്ടിൽ തന്നെ ഒരു എണ്ണ കാച്ചി യൂസ് ചെയ്യാം അല്ലേ. അവനവനറിയാവുന്ന സാധനങ്ങളൊക്കെ എടുത്ത്, അത് നല്ല നല്ല സാധനങ്ങളാണെങ്കിൽ അതൊക്കെ ഉപയോഗിച്ച് എണ്ണ കാച്ചി തേക്കുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ. വേറെ കെമിക്കലൊന്നുമില്ല എന്നുള്ളത് നമുക്ക് തന്നെ അറിയാം. കാരണം കരിവേപ്പില നമ്മളിവിടെ ഉണ്ടാക്കുന്നതാണ്, പന്നിക്കൂർക്കൽ ഇവിടെ നിന്ന് പറിച്ചതാണ്, പേരയില ഇവിടെ നിന്ന് പറിച്ചതാണ്, ചെമ്പരത്തിയൊക്കെ ഇവിടെ തന്നെയുള്ളതാണ്. പിന്നെന്താ, ചെറിയുള്ളിയും ഗ്രാമ്പും വെറ്റിലയും മാത്രമല്ലേ പുറത്തുനിന്ന് വരുന്നുള്ളൂ. അതിൽ അറിയാലോ, എത്ര ഉണ്ടെങ്കിലും വലിയ കെമിക്കലൊന്നും നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത് അത്രയും കുറച്ചും എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ വെളിച്ചെണ്ണ കാച്ചാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അത് പാക്കറ്റ് പൊട്ടിച്ചൊഴിച്ചു, ബാക്കിയുള്ളത് ആ കുപ്പിയിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്, ഈ ഒരു കുപ്പിയിലാണ് വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത്. ഇത്രയും വെളിച്ചെണ്ണ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ, ബാക്കിയുള്ള അതിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മളെടുത്ത് ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ച് അത്
എണ്ണയൊക്കെ ചട്ടി ചൂടാവട്ടെ കേട്ടോ. ആദ്യം ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടാവട്ടെ. ഇതൊക്കെ ചൂടായതിന് ശേഷം നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കേ. എണ്ണ ഒഴിച്ച് കൊടുത്ത് അതിൻ്റെ മുമ്പ് നമുക്കൊരു പണി കൂടി ചെയ്യാനുണ്ട് കേട്ടോ. ഇതൊന്ന് ചതച്ച് വെക്കണം. ചെറിയ ഉള്ളിയും ഗ്രാമ്പും കൂടി ഒന്ന് ചതച്ച് വെക്കണം. ഒന്ന് ചതക്കട്ടെ കേട്ടോ. ചതച്ചതിന് ശേഷം നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എണ്ണയിലേക്ക് ഇടാനായിട്ടില്ല, പക്ഷേ ഒന്ന് ചതച്ച് വയ്ക്കുക. ചട്ടി ചൂടാകുമ്പോഴത്തേക്ക് ഒന്ന് ചതച്ച് വയ്ക്കുക. അപ്പോൾ പിന്നെ ഇല തിളച്ച് വെന്ത് നന്നായിട്ടൊന്ന് കരിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇത് ഇട്ട് കൊടുക്കണ്ടേ. ഒന്ന് ചതച്ച് വയ്ക്കുന്നത് നല്ലതാണ്. ഈ പരുവത്തിലാണ് കേട്ടോ ചതച്ചെടുക്കുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് ചതയ്ക്കുന്നത്. ഇനി ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാൻ പോവുകയാണ്. ചട്ടി അത്യാവശ്യം ഒന്ന് ചൂടാവണം കേട്ടോ. എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ഫുള്ള് ഒഴിച്ച് കൊടുത്തു കേട്ടോ. അങ്ങനെ മുഴുവൻ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കറിവേപ്പില എടുത്തിടണം. കറിവേപ്പില അത്രയൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളൂ. അത്രയും മതി, കറിവേപ്പില അത്ര മതി. ഗ്രാമ്പു ചെറിയ ഉള്ളിൻ്റെ കൂടെ ഒന്ന് ചതയ്ക്കണം കേട്ടോ. ചതയ്ക്കുക, ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചാൽ മതി. കാരണം വെളിച്ചെണ്ണയിലൊന്ന് അതിൻ്റെ സത്ത് മണവും ഒക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. ചതച്ചു. ഇനി അതെടുത്തൊന്ന് മാറ്റി വയ്ക്കട്ടെ, അല്ലെങ്കിൽ മറന്നു പോകും. എപ്പോഴും പറ്റുന്നൊരു അബദ്ധമാണ് കേട്ടോ. കറിയൊക്കെ വെക്കാനായിട്ട് ഉള്ളി ചതച്ചവിടെ വയ്ക്കും. അവസാനം ഒക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴാണ് ഇത് കാണുക. അതുകൊണ്ട് ഇനി ഈ അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത് എടുത്ത് മുമ്പ് തന്നെ വെച്ചിട്ടുണ്ട്. ഇപ്പോഴും പറ്റുന്നൊരു അബദ്ധം അത്. ഇനി കറിവേപ്പില ഇടാൻ പോവാണ്. കറിവേപ്പില ഇട്ടു. അടുത്തത് പേരയിലയാണ് കേട്ടോ ഇടുന്നത്. പേരക്കയുടെ ഇലയാണ്. ഈ മുറ്റത്തുണ്ടായ തളിര ഇല പോലത്തെ ഇലകളാണ് കേട്ടോ. ഇനി എടുക്കുന്നത് വെറ്റിലയാണ്. ശരിക്കും ഈ വെറ്റില മുടി വെട്ടി, അതായത് മുട്ടയടിച്ച ആ സമയത്ത് വെറ്റിലയും ചെറിയുള്ളിയും കൂടി അരച്ച് തലയിൽ പുരട്ടിയ നല്ലൊരു തണുപ്പും, മുടി ആ മുട്ടയടിച്ചിട്ടുള്ള ആ തലയിൽ ഇത് തേക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരുന്നു കേട്ടോ. പക്ഷെ അന്നേരം ഒന്നും നമുക്ക് പഴനി വരെ ഇതൊന്നും കൊണ്ടുപോയിട്ട് അടിച്ച് തേക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ മഞ്ഞളാണ് തേച്ചത്. ഇനി ഞാൻ ഇട്ടത് പനിക്കൂർക്കലാണ് കേട്ടോ. പേരയില ഇട്ടു, വെറ്റില ഇട്ടു, പനിക്കൂർക്കല ഇട്ടു കേട്ടോ. പനിക്കൂർക്കലിൻ്റെ ഇല ഇട്ട് ഇനി അതൊന്ന് നന്നായിട്ട് തിളയ്ക്കണം. നന്നായിട്ട് തിളച്ചതിന് ശേഷം ചെറിയുള്ളി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ചെറിയുള്ളിയും ഗ്രാമ്പും കൂടി ഇട്ടതിന് ശേഷം ചെമ്പരത്തി ഇടാം. എന്ന് വെച്ചാൽ ചെമ്പരത്തി പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. എന്നുവെച്ചാൽ അതിൻ്റെ കളർ ഇറങ്ങി കിട്ടും. നന്നായിട്ട് തിളക്കട്ടെ കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, നമ്മൾ മുടിയൊക്കെ വെട്ടി, ഇപ്പം എൻ്റെ മുടി വളരെ കുറവാണ്. കാരണം വെച്ചാൽ ഞാൻ പഴനി പോയിട്ട് മുട്ടയടിച്ചിട്ട് മുടി വളരെ കുറവാണ്. അതങ്ങനെ ആയതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മളൊരു നേർച്ച പോലെ മുട്ടയടിച്ചതാണല്ലോ. അപ്പോൾ വിഷമിക്കേണ്ട കാര്യമില്ല. പക്ഷേ നമുക്ക് വളർത്തിയെടുത്തല്ലേ പറ്റുള്ളൂ. സ്ത്രീകൾക്ക് മുടി അവരുടെ ഐശ്വര്യവും അതേപോലെ തന്നെ ഒരു അനുഗ്രഹമാണല്ലോ. അപ്പോൾ സ്ത്രീകൾക്ക് മുടി നിർബന്ധമായതുകൊണ്ട്
മുടി വളർത്താൻ നമ്മൾ ശ്രമിക്കണം. മുട്ടയടിച്ചു എന്നും പറഞ്ഞിട്ട് അങ്ങനെ നിന്നാൽ പോരല്ലോ. മുടി വളർത്താൻ ശ്രമിക്കണം. വളരുന്നത് നല്ല മുടിയായിരിക്കണം. ഉള്ളും നീളവും ഒക്കെ ഉണ്ടാവണം. അതുകൊണ്ട് നമ്മൾ തന്നെ വെളിച്ചെണ്ണ കാച്ചി തേക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമായിരിക്കും അല്ലേ. ഇപ്പം നമ്മളെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇഷ്ടംപോലെ മുടി വളരാനുള്ള എണ്ണ കാച്ചി കുപ്പിയിലാക്കി എന്താ പറയുക സെയിലുകൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. അതൊക്കെ വാങ്ങിക്കുന്നവരുണ്ട്, വാങ്ങിച്ച് തേച്ച് അഭിപ്രായങ്ങൾ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ അതിനൊന്നും നിൽക്കുന്നില്ല കേട്ടോ. നമ്മളടുത്തുള്ളതൊക്കെ എടുത്തിട്ട് വെളിച്ചെണ്ണയും സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ തന്നെ ഒന്ന് കാച്ചി തേച്ച് നോക്കാമല്ലോ. നമ്മൾ ഉണ്ടാക്കിയിട്ട് ആ വെളിച്ചെണ്ണ തേച്ചിട്ട് നമ്മളെ മുടി വളരുമെന്ന് നമുക്കൊന്ന് നോക്കാമല്ലോ. നമ്മളതിൽ ഒരു കെമിക്കലും ചേർക്കണില്ല. അപ്പോൾ ഉള്ളതിൽ അടിപൊളിയായിട്ട് ഇത്തിരി ആണെങ്കിലും ഡെയിലി ഒന്ന് തേച്ച് കുളിച്ചാൽ അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണല്ലോ. പനിക്കൂർക്കൽ കഫക്കെട്ട് നീരിറക്കത്തിനൊക്കെ നല്ലതാണ്. പനിക്കൂർക്കൽ വെറ്റില നല്ലതാണ്. പിന്നെയുള്ള എന്താ പേരയിലയാണ് ഞാൻ പറഞ്ഞില്ലേ. കരിവേപ്പിലയൊക്കെ മുടി വളരാൻ ഏറ്റവും ബെസ്റ്റ് സാധനമാണ്. ഈ പണ്ടുള്ള ആൾക്കാർ എപ്പോഴും താളി പിഴിഞ്ഞ് തലയിൽ തേക്കും. താളി സോപ്പ് തേക്കാണ്ട് താളിയാണ് തേക്കുക. ഞാനും തേച്ചിട്ടുണ്ടായിരുന്നു. ആ കാലത്തൊക്കെ ഇഷ്ടം പോലെ മുടി എനിക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാറില്ല. അത് പറിക്കണം, അത് പിഴിയണം, അങ്ങനെയുള്ള മടി കൊണ്ട് അതിൻ്റെ പുറകിലോട്ടൊന്നും പോകാറേ ഇല്ല. വശത്തേക്ക് തന്നെ തിരിയാറില്ല കേട്ടോ. നോക്കാതെ മുടി അങ്ങോട്ട് കുറച്ചൊക്കെ കേടായി തുടങ്ങി. കേടായിന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് മുടി ശ്രദ്ധിക്കാണ്ട് കൊഴിഞ്ഞ് പോകലും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പിന്നെ പോയി മുട്ടടിച്ചു. എന്നാലും മുട്ടയടിക്കുമ്പോൾ അത്യാവശ്യം ഉള്ളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കൊഴിഞ്ഞു പോയി എന്ന് പറഞ്ഞാലും കുറച്ച് അങ്ങോട്ട് വളർന്നപ്പോഴാണ് മുട്ടയടിക്കാൻ പോയത്. അതൊരു ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. ലേശം അങ്ങോട്ട് വളർന്നിരുന്നു, കുറച്ച് തിക്നെസ്സോട് കൂടി വളർന്നു വന്നപ്പോഴാണ് മുട്ടയടിക്കാൻ പോയത്. അപ്പോൾ ഒരു ചെറിയൊരു വിഷമം. കാരണം സ്ത്രീകൾക്ക് ഏറ്റവും ഇഷ്ടം അവരവരുടെ മുടി തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാലും മുടി ഇഷ്ടമുള്ളവർ, മുടിയുള്ള ആൾക്കാരെ കാണുമ്പോൾ അയ്യോ എനിക്ക് എൻ്റെ മുടി ഇങ്ങനെയെങ്കിലും വളർത്തണമല്ലോ അങ്ങനെ ചിന്തിക്കാറില്ലേ? ഞാൻ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് നമുക്ക് ചെറുപ്രായത്തിലൊക്കെ ഒരുപാട് മുടിയുള്ളവർക്ക് ആ മുടി പെട്ടെന്ന് ഇങ്ങനെ പോകുമ്പോൾ ഒരു വിഷമം തോന്നും. അപ്പോൾ അത് വളർത്തുന്നത് കാണുമ്പോൾ അല്ലെങ്കിൽ അതുള്ള ആൾക്കാരെയൊക്കെ കാണുമ്പോൾ നമുക്ക് അയ്യോ നമ്മളെ മുടി ഇത്ര ഉണ്ടായിരുന്നില്ലേ അങ്ങനെ തോന്നിയിട്ടുണ്ട്. എനിക്ക് ഇത്രയും തോന്നിയിട്ടുണ്ട്. എൻ്റെ മുടി ഇങ്ങനെ ഉണ്ടായിരുന്നില്ലേ, ഇത്ര ഉണ്ടായിരുന്നില്ലേ, ഞാനൊന്ന് നശിപ്പിച്ചതല്ലേ, നോക്കിയില്ലല്ലോ, അങ്ങനെയൊക്കെ ഞാനും കുറേ ചിന്തിച്ച് വിഷമിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കാം, നമുക്കത് തേച്ചിട്ട് എങ്ങനെയുണ്ട് നോക്കാം. എന്തായാലും ഞാനത് തന്നെ തേക്കുള്ളൂ. ഞാൻ ഇനി പുറത്തുനിന്ന് മേടിച്ച് തേക്കാനൊന്നും പോണില്ല. പിന്നെ ഉണ്ടല്ലോ കേശവർദ്ധിനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെടി ഉണ്ടായിരുന്നു കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ ആ ചെടി നിറയെ പുല്ല് പോലെ വളർന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ഞാൻ തുളസി പറിക്കാൻ പോകുന്ന സ്ഥലത്ത് പറമ്പ് നിറച്ചുണ്ടായിരുന്നു കേട്ടോ കേശവർദ്ധിനി. അന്ന് മുടിയുള്ളതുകൊണ്ട് എണ്ണ കാച്ചണമെന്നോ അങ്ങനെയൊന്നും ഒരു ചിന്തയില്ലാത്തതുകൊണ്ട് മൈൻഡ് ചെയ്യുക വരെ ചെയ്തില്ല. പക്ഷെ ഇപ്പം ഞാനുണ്ടല്ലോ എണ്ണ കാച്ചണമെന്ന് വിചാരിച്ചപ്പോൾ അത് പോയി നോക്കിയപ്പോൾ ആ സാധനം തന്നെ ആ പറമ്പിലില്ല. ഉണങ്ങിപ്പോയതാണോ അതോ മൊത്തത്തിൽ പറിച്ച് കളഞ്ഞാണോ എന്തോന്നും അറിയില്ല കേട്ടോ. ആ പറമ്പിലേ ആ സാധനം കാണാനില്ല. ഞാൻ ചതച്ച് വെച്ച ഉള്ളിയും ഗ്രാമ്പും എണ്ണയിലേക്ക് ഇട്ടു കേട്ടോ. ഇനി ഇടാനുള്ളത് ചെമ്പരത്തി മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതൊക്കെ ആക്കി വെച്ച് 3 ദിവസം തിളപ്പിച്ച് ഇതേപോലെ തന്നെ വയ്ക്കും. 3 ദിവസം ഇരുമ്പിൻ്റെ ചട്ടിയിൽ തന്നെ ഇരിക്കട്ടെ. ഇരുമ്പിൻ്റെ ചട്ടിയിലിരിക്കുമ്പോൾ ആ ഇരുമ്പിൻ്റെ ഒരു സത്തും കൂടി എണ്ണയിലേക്ക് ഇറങ്ങും. അത് ഇറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് അത് ഇറങ്ങിയതിന് ശേഷം നന്നായിട്ട് തണുത്ത് അരിച്ച് തുണിയിലോ അരിപ്പയിലോ എന്തിലെങ്കിലും അരിച്ച് കുപ്പിയിലൊഴിച്ച് വെച്ചിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഒരു പച്ചക്കർപ്പൂരം, ചെറിയൊരു കഷ്ണം പച്ചക്കർപ്പൂരം പൊടിച്ച് കുപ്പിയിലേക്ക് ഇട്ട് വയ്ക്കുക. നന്നായിട്ട് കുലുക്കി മാറ്റി വയ്ക്കുക.
ഇത് പോരാണ്ട് ഞാൻ വേറൊരു കാര്യം കൂടി കാണിച്ചു തരാം കേട്ടോ. ഇനി ഞാൻ ഉണ്ടാക്കി വെച്ചൊരു സാധനം കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഉണ്ടോ, ചെമ്പരത്തി ഇട്ടപ്പോൾ തന്നെ, ചൂടുള്ള എണ്ണയിൽ ഇട്ടപ്പോൾ തന്നെ ചെമ്പരത്തിൻ്റെ കളറ് മാറി. കണ്ടോ, നന്നായിട്ട് കളറ് മാറി വരുന്നുണ്ടോ? കണ്ടില്ലേ നന്നായിട്ട് ചുമന്നിരിക്കുന്നത്. ഇനി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ കളർ അങ്ങോട്ട് മങ്ങും. അപ്പോൾ ഈ കളറ് മങ്ങുമ്പോൾ നന്നായിട്ട് കളറ് മങ്ങട്ടെ കേട്ടോ. കളറ് മങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ കളറ് പിടിച്ച് വരും. കളറെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെമ്പരത്തി ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് ചെമ്പരത്തിയുടെ ഒരു കളറായിട്ട് വരും. ആവുന്നുള്ളൂ കേട്ടോ. ഇലകളുടെ ഒക്കെ കളറാണ് ഇപ്പോൾ. ഇലയ്ക്കൊന്ന് തിളച്ച് മുരുമുരാന്ന് വരുന്നതിൻ്റെ കളറാണേ. പക്ഷേ ഇത് കാച്ചിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഭയങ്കര മണമാണ് കേട്ടോ. ഇത് അത്രയേ ഉള്ളൂ എന്നതിലല്ല ഉള്ളത്. ഇട്ട സാധനങ്ങളൊക്കെ തന്നെ നല്ല മണമുള്ള സാധനങ്ങളാണ്. പന്നിക്കൂർക്കലായാലും പേരയിലായാലും, പേരയിലയും പന്നിക്കൂർക്കലും ജസ്റ്റ് ഇട്ടപ്പോൾ തന്നെ അതിൻ്റെ മണം വരാൻ തുടങ്ങി. പിന്നെ ഗ്രാമ്പൂ, കറിവേപ്പില, ഇതൊക്കെ നമുക്ക് മുടിക്കൊക്കെ ആരോഗ്യം കിട്ടുന്ന സാധനമാണ്. അപ്പോൾ ഇതൊക്കെ മുട്ടയടിച്ച മുടിയിലൊക്കെ ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തേക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാര്യമല്ലേ. പുതിയ മുടി കിളിർത്ത് വരുമ്പോഴൊക്കെ നല്ല കാര്യമാണ് കേട്ടോ. വീട്ടിലെല്ലാവരും ചെയ്യാനായിട്ട് ശ്രമിച്ചോളൂ കേട്ടോ. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ. കുറച്ച് വെളിച്ചെണ്ണ പിടിക്കണം, അതിലേക്ക് ഇതൊക്കെ ചെയ്യണം. അങ്ങനെ അതായി വരട്ടെ. ചൂടെടുക്കുന്ന ഫാൻ ഇട്ടതാണ്, ചൂടെടുക്കട്ടെ. അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നു. തിളച്ച് ഞാൻ ആ ഒരു കുപ്പിയിലാണ് വെളിച്ചെണ്ണ എടുത്തതെങ്കിലും ഇത് വറ്റി വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ അതിന് പകുതി വെളിച്ചെണ്ണയെ കാണുള്ളൂ കേട്ടോ. അതെല്ലാവർക്കും അറിയാവുന്ന തന്നെയല്ല അല്ലേ, പ്രത്യേകിച്ച് എന്ത് പറയാനാണ്. ഇപ്പം ചെറിയൊരു കുപ്പിയാണ്, നമ്മളെ വാട്ടറിൻ്റെ കുപ്പിയാണ്, കണ്ടല്ലോ. വാട്ടറിൻ്റെ കുപ്പിയിലാണ് വെളിച്ചെണ്ണ എടുത്തത്. അതാണ് അത്. ഇനിയിപ്പോൾ തിളച്ച് വറ്റിയൊക്കെ വരുമ്പോഴത്തേക്ക് കുറച്ചേ കാണുള്ളൂ. കുറച്ച് മതി, കുറച്ചായാലും കുറച്ച്. ഇടയ്ക്ക് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് ഒന്ന് പിടിപ്പിക്കാനല്ലേ. എല്ലാ ദിവസവും തേക്കണമെന്ന് വേണമെന്നില്ല. ഒന്നരാടം തേച്ചാലും മതി. ഇനി എല്ലാ ദിവസവും തേക്കണം എന്നുള്ളവർക്ക് അങ്ങനെ തേക്കാം. ഇതെന്താ സാധനം എന്നറിയോ? ഈ ഒരു സാധനം ഞാൻ പൊടിച്ചു വെച്ചിട്ട് കുറേ ദിവസമായി. ഇത് കണ്ടോ, പൊടി. ഇത് ഉള്ളിയുടെ തൊലി, സവാള ഉള്ളിയുടെ തൊലി, കറിവേപ്പില, ഉലുവ, കടുക്, ആ സാധനമാണ് ഞാൻ ഈ പൊടിച്ച് വെച്ചിരിക്കുന്നത്. കറിവേപ്പില അത് പൊടിച്ചിട്ട് അത് ഇതുപോലെ വെളിച്ചെണ്ണയിൽ, ഇത് ഈ ഇപ്പോൾ കാച്ചി വെളിച്ചെണ്ണയല്ല ഇതിൽ ഞാൻ ഇത്തിരി പേരച്ചൂട്ടിൻ്റെ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് വെച്ചത്. അപ്പോൾ ഈ വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ച് ഒന്ന് പിടിച്ച് വരുന്ന സമയത്ത് പിറ്റേ ദിവസം എടുത്ത് തേച്ചാൽ മതി. കുറച്ച് സമയം ഒന്ന് തേച്ച് വെച്ചാൽ മതി, കുഴപ്പമില്ല. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഈ വെളിച്ചെണ്ണ ആയതിന് ശേഷം ബാക്കിയുള്ള പൊടി ചാലിക്കാൻ, കലക്കി വയ്ക്കാൻ ഞാൻ ഈ വെളിച്ചെണ്ണയെ ഉപയോഗിക്കുള്ളൂ. ഇതിൽ ഉലുവ ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പൊടിച്ച് വെച്ചതിൽ ഉലുവ ഇട്ടിട്ടുണ്ട്. ഉലുവയും കടുകും വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുകയാണത്. അപ്പോൾ അതിൽ ഞാൻ ഉലുവ ഇട്ടതുകൊണ്ട് ഇതിൽ ഞാൻ ഉലുവ ഇട്ടിട്ടില്ല കേട്ടോ. എന്താ കരിവേപ്പിലയൊക്കെ നല്ല മുരുമുരാന്നിരിക്കുന്നുണ്ടോ? കരിവേപ്പിലയൊക്കെ നല്ല മുരുമുരാന്നുണ്ട്. കറിവേപ്പിലയും പേരയിലയൊക്കെ നല്ല നമ്മൾ ഈ മിച്ചറിൻ്റെ കൂട്ടത്തിലൊക്കെ കിട്ടില്ല, ആ പരുവത്തിലായിട്ടുണ്ട് കറിവേപ്പിലൊക്കെ. പക്ഷെ പോരെ കുറച്ചും കൂടി ആവട്ടെ.
ഞാനിത് എന്താ പറയുക, വിഷുവിന് നെയ്യപ്പം ഉണ്ടാക്കണ ചട്ടിയാണ് കേട്ടോ. വേറെ ഇരുമ്പിൻ്റെ ചട്ടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിത് എടുത്തത്. ഈ വെളിച്ചെണ്ണ കാച്ച പരിപാടിയൊന്നും എനിക്ക് ഇല്ലാത്തതായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞല്ലോ, മുടി വെട്ടിയത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യാമെന്നൊക്കെ തീരുമാനിച്ചത്. അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ. ആ പരിപാടി അവിടെ കഴിച്ച് ഓഫ് ചെയ്ത് വയ്ക്കുക. നല്ലോണം ഒന്ന് മൊരിഞ്ഞ് കഴിഞ്ഞാൽ ഓഫ് ചെയ്ത് വയ്ക്കും കേട്ടോ. അത്യാവശ്യമായിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഈ പൊടിയാണ് ഞാനിനി തേക്കുക തലയിൽ. ഈ വെളിച്ചെണ്ണ മിക്സ് ചെയ്തിട്ട് ഈ പൊടിയാണ് കേട്ടോ തേക്കുക. വെളിച്ചെണ്ണ ഫുള്ള് പാർന്ന് ഞാൻ കുപ്പിയിലേക്ക് തന്നെ തിരിച്ച് വയ്ക്കും. ഇതൊക്കെ നമ്മളെ വീട്ടിലുണ്ടാക്കിയ കൂടെ അല്ലേ? നമ്മൾക്ക് ഓരോരുത്തർക്ക്, ഓരോ സ്ത്രീകൾക്ക് ഈ വെളിച്ചെണ്ണയൊക്കെ പുറത്തുനിന്ന് മേടിക്കുന്നവർ ഒരിത്തിരി സമയം ചിലവഴിച്ചാൽ അവനവൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൂടെ അല്ലേ? ഈ പറയുന്ന സാധനങ്ങളൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് പോയിട്ട് പീടികയിൽ നിന്ന് മേടിക്കുന്നതിനെക്കാട്ടി നല്ലത് അവനവൻ്റെ വീട്ടിലുണ്ടാക്കി കാച്ചി എടുത്ത് തേച്ച് കുളിച്ച് വരുമ്പോൾ ഒരു സുഖമല്ലേ? പക്ഷെ ഇത് ഉണ്ടല്ലോ, ഈ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, ഈ കാച്ചി ഇങ്ങനെ എണ്ണ കാച്ചിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നല്ല മണമുണ്ട് കേട്ടോ അതിൽ. ഇനി ഇത് 2 ദിവസം കൂടി അതിനകത്ത് വെച്ചിട്ട് ആ ഒരു ഇത്തിരി പച്ചക്കറപ്പൊരു കൂടി അതിനകത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും സ്മെല്ലായിരിക്കും. ഇതൊക്കെ തേച്ച് കുളിച്ചാൽ വരുന്നാൽ തന്നെ നമുക്കൊരു ഫ്രഷ്നെസ് ഉണ്ടാവും കേട്ടോ. അത്രയും നല്ല സാധനങ്ങളല്ലേ. പാകമായിട്ടോ. ഞാൻ ഇപ്പോൾ ഇത് ഓഫാക്കും. കാരണം എന്ന് വെച്ചാൽ എത്രയൊക്കെ മതിയാവും. ഏകദേശമായി വരുന്നുണ്ട്. ഞാൻ ഒഴിച്ചതിൻ്റെ ബാക്കി വെളിച്ചെണ്ണയാണ് ഇത്. ഇത്രയേ ഉള്ളൂ ആ ഒരു പാക്കറ്റിലെ. ഈ ഒരു കുപ്പിയിൽ ഇത്രയേ ഉള്ളൂ. നന്നായിട്ട് തിളച്ചൊന്ന് കുറിയിടും. അപ്പോൾ പകുതി വെളിച്ചെണ്ണയും അങ്ങനെ വറ്റിയിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ഞാൻ എന്തായാലും കുപ്പിയിലാക്കും. 3 ദിവസം കഴിഞ്ഞാൽ അത് അരിച്ച് കുപ്പിയിലാക്കുമ്പോൾ ഒന്നുകൂടി ഞാൻ വീഡിയോ എടുക്കും കേട്ടോ. കാണിച്ചു തരും ഞാൻ. ഇതൊന്നും കാണിക്കേണ്ട കാര്യമില്ല, അങ്ങനെ എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാലും ഒന്ന് കാണിച്ചു തരും. പിന്നെ എൻ്റെ വീഡിയോ ഒന്നും ആരും അങ്ങനെ കാണുന്നില്ല എന്നൊരു വിഷമമുണ്ട്.
എങ്ങനെയുണ്ട്? അപ്പോൾ മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ എന്ന് ഉണ്ടാക്കാനൊക്കെ ഇത്ര പണിയേ ഉള്ളൂ. സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ട് ഈ വെളിച്ചെണ്ണ എടുത്ത് ഇതുപോലൊരു ചട്ടി ഉണ്ടെങ്കിൽ അവനവന് തന്നെ വെളിച്ചെണ്ണ ഉണ്ടാക്കാം. അതുകൊണ്ട് ഇനി എല്ലാവരും ഇങ്ങനെ അവനവൻ്റെ വീട്ടിലെ വെളിച്ചെണ്ണ ഉണ്ടാക്കിക്കോളൂ. ഇനി ഒരു കാര്യം കൂടി പറയാം. ഈ വെളിച്ചെണ്ണ തേച്ച് കഴിഞ്ഞിട്ട് ഈ ഷാമ്പു വേണോ? ഷാമ്പു വേണ്ട, ചെമ്പരത്തിൻ്റെ ഇല നന്നായിട്ട് പിഴിഞ്ഞിട്ട് തേച്ചാൽ മതി. ഷാമ്പുവിന് വേറെ എന്ത് വേണം? ഷാമ്പു ഒന്നും ഇതിൻ്റെ ആവശ്യമില്ല. ചെമ്പരത്തിൻ്റെ ഇല